Hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹൗ ടു ഇൻസേർട്ട് ഷേപ്സ് ആൻഡ് പിക്ചേഴ്സ്. ഓക്കെ, സോ നമുക്ക് ഇൻസേർട്ട് ടാബിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസേർട്ട് ഷേപ്സ് ഉണ്ട്, ഇൻസേർട്ട് പിക്ചർ ഉണ്ട്. സോ ഇൻസേർട്ട് ഷേപ്സ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഷേപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ അതിനെ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ നിന്ന് അതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ അതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റുന്നതാണ്. ദെൻ ആ ഷേപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് ടാബ് അവിടെ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറുകൾ നമുക്ക് മാനുവലി മാറ്റാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഫിൽ വിത്ത് നിങ്ങൾക്ക് മാനുവലി കളർ കൊടുക്കാൻ പറ്റും. ദെൻ ഔട്ട്ലൈൻ കളറ് എല്ലാം നമുക്കിവിടെ മാറ്റാൻ പറ്റുന്നതാണ്. സോ ഇൻസേർട്ട് ഷേപ്സ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇൻസേർട്ട് ഷേപ്സ്, ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിപ്പോൾ സപ്പോസ് എനിക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് എഴുതണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റൊക്കെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും അതിനെ ആഡ് ചെയ്യാൻ പറ്റും ഷേപ്സിനകത്തേക്ക്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതേപോലെ തന്നെയാണ് ഇൻസേർട്ട് പിക്ചർ. നമുക്ക് എന്തെങ്കിലും ഒരു പിക്ചർ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഒരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഇൻസേർട്ട് പിക്ചർ. ഓക്കെ, സോ ദെൻ അതിൻ്റെ കോർണറിൽ ഉള്ള ആരോയിൽ പ്രസ് ചെയ്ത് അതിൻ്റെ നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആ പിക്ചറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിക്ചറിനെ മാറ്റുന്നതനുസരിച്ച് ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെൻറ്റ് അതിന് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് പിക്ചറിൻ്റെ ഫോർമാറ്റ് ടാബിലെത്തി ആ പിക്ചറിൻ്റെ സ്റ്റൈലുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ബോക്സ് മോഡലോ ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് പിക്ചറിനെ അറേഞ്ച് ചെയ്യാം. ബോർഡർ കളർ സെറ്റ് ചെയ്യാം. ദെൻ ഇതിനകത്ത് നമുക്കുള്ളൊരു ഓപ്ഷനാണ് റാപ്പ് ടെക്സ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. റാപ്പ് ടെക്സ്റ്റിനകത്ത് ബൈ ഡിഫാൾട്ട് ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റാണ് കിടക്കുന്നത്. അതിനെ സ്ക്വയർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ എങ്ങോട്ട് മാറ്റുന്നു അതിനനുസരിച്ച് ടെക്സ്റ്റ് മാറിക്കോളും. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ഈ പിക്ചറിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാണ്. ദെൻ എന്നിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പിക്ചറിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും ഓർക്കുക ഫോർമാറ്റിൽ പോയിട്ട് റാപ്പ് ടെക്സ്റ്റിനകത്ത് സ്ക്വയർ ടൈറ്റ് ത്രോ ടോപ്പ് ഓർ ബോട്ടം എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് പകുതി മുകളിലും ബാക്കി താഴേക്കുമാണ് വരുന്നത്. ബിഹൈൻഡ് ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റിൻ്റെ മുന്നിൽ പിക്ചർ വരണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മളെപ്പോഴും കൊടുക്കുക സ്ക്വയർ ആയിരിക്കും. സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം പിക്ചറിൽ മാറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ടാകില്ല. പിക്ചറെ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഫോർമാറ്റും അതിൻ്റെ ഓപ്ഷൻസും നമുക്കവിടെ കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.